നമസ്കാരം. ഞാൻ തോട്ടം നീലകണ്ഠൻ നമ്പൂതിരി. നാരായണ 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 നാരായണ. ഗുരുവായൂരപ്പാ ശരണം. വന്ദേ ഗുരുപരമ്പരാം. അജ്ഞാത്വാതേ മഹത്വം യദിഹ നിഗദിതം വിശ്വനാഥക്ഷമേധാ സ്തോത്രം ചൈതൽ സഹസ്രോത്തരമധികതരം ത്വൽപ്രസാദായ ഭൂയാൽ. ഗുരുവായൂരപ്പാ ശരണം. മഹാപ്രഭു ഗുരുവായൂരപ്പ, അങ്ങയുടെ മഹത്വം ഒരാൾക്കും തന്നെ വാക്കുകൾ കൊണ്ടൊന്നും വർണ്ണിക്കാൻ സാധിക്കുന്നതല്ല. അങ്ങനെയുള്ള ഗുരുവായൂരപ്പന്റെ മഹത്വം, ആ അനുഗ്രഹദായകത്വം, ആ സ്പർശം, ഉണ്ണിക്കണ്ണന്റെ ആ നനുത്ത തലോടൽ നമുക്കേവർക്കും ഒരിക്കൽ കൂടി അനുഭവിക്കുന്നതിനുള്ള ഒരു സുവർണ അവസരമാണ് കൈവന്നിട്ടുള്ളത്, സൗഭാഗ്യമാണ് കൈവന്നിട്ടുള്ളത്. അതാണ് 2025 ഒക്ടോബർ 5 മുതൽ 11 കൂടി 7 സുദിനങ്ങളിലായി ഭൂലോക വൈകുണ്ഠമെന്ന് അനുഭവമാക്കി തന്ന, അങ്ങിനെ അറിയപ്പെടുന്ന ഗുരുവായൂരപ്പന്റെ തിരുസന്നിധിയില് ഗുരുഭവനപുരിയിൽ അഖില ഭാരത നാരായണീയ മഹോത്സവ സമിതിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന വൈകുണ്ഠാമൃതം അഖില ഭാരത നാരായണീയ മഹോത്സവം. ശ്രീ ഗുരുവായൂരപ്പന്റെ ശബ്ദബ്രഹ്മാത്മക സ്വരൂപമാണ് ശ്രീമന്നാരായണീയം. വാതരോഗത്താൽ ക്ലേശിച്ച മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി ഭാഗവതാനുസാരിയായി ഓരോ ദിവസവും 1 ദശകം 10 ശ്ലോകം എന്ന ക്രമത്തിൽ ഭഗവാന്റെ അനന്തങ്ങളായ ലീലാകഥാരസാമൃത ഗംഗാ പ്രവാഹത്തെ ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം കൊണ്ടും തൻ്റെ കവിത്വസിദ്ധി കൊണ്ടും ചുരുക്കി ഭഗവത് ഗുരുവായൂരപ്പന്റെ ദർശനം കഴിഞ്ഞ് പുറത്തു വരുന്ന ഏതൊരാൾക്കും ലഭിക്കുന്ന പ്രസാദ തീർത്ഥം പോലെയാക്കി ആ പാദത്തിൽ 10 താമരപ്പൂക്കൾ എന്ന കണക്കെ പാദകമലാർച്ചന നടത്തി 100-ാം ദിവസം അഗ്രേ പശ്യാമി, ഞാനിതാ കാണുന്നു, അല്ല അനുഭവിക്കുന്നു, ഞാനിത് അമൃതത്വം നേടി എന്ന് പറഞ്ഞുകൊണ്ട് ഗുരുവായൂരപ്പനെ നേടിയത്, ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം നേടിയെടുത്തത്, ആ നാരായണീയം അനുഭവിക്കുന്നതിനുള്ള ഒരവസരമാണ് ശ്രീ ഗുരുവായൂരപ്പൻ നമുക്കേവർക്കും നൽകിയിട്ടുള്ളത്. ഈ സുവർണാവസരം പരമാവധി പ്രയോജനപ്പെടുത്തി വിശ്വപീഡാപഹതിക്കായി നമുക്കേവർക്കും ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിക്കാം, ഗുരുഭവനപുരിയിൽ ഒത്തുചേരാം. ഈ ലോകത്തിലുള്ള എല്ലാ ഗുരുവായൂരപ്പ നാരായണീയ ഭക്തന്മാർക്കും സ്വാഗതം. നമസ്കാരം.